കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളി കാണാൻ വേണ്ടി അവധി കൊടുത്ത ദിവസം. പക്ഷെ ഞങ്ങളുടെ പ്ലാൻ മറ്റൊന്ന്. ഞങ്ങൾ ഇന്ന് ഗേൾസ് ഓൺലി ട്രിപ്പ് പോകാൻ പോണത് നമ്മുടെ സ്വന്തം പാലക്കാട്ടേക്ക്. എങ്ങനെ പോകുന്നത്? നമ്മുടെ പ്രിയദർശിനി. ഫസ്റ്റ് കുറച്ച് കുത്തലും തിരക്കിലൊക്കെ ഉണ്ടാവും, പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതൊരു ശീലമായി. പിന്നെ ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റും കിട്ടും. പക്ഷെ ഞാനിരുന്ന സീറ്റിൽ ഷട്ടർ ക്ലോസ് ചെയ്ത് കയറുന്നു. പിന്നെ ചന്ദ്രയുടെ കൈ ചലിക്കാത്തത് കൊണ്ട് ഞാനത് പൊക്കാനും നിന്നില്ല. അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും യാത്രയിലുണ്ടായി. അതായത് മുടി പാറില്ല, ഓവറായിട്ട് കാറ്റടിക്കില്ല. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തിപ്പുഴയും കഴിഞ്ഞു. നമ്മൾ പാലക്കാട്ടേക്ക് എത്തുന്തോറും ബസ്സിൽ തിരക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനിയാണ് ട്വിസ്റ്റ്. എന്താന്നല്ലേ, ഞങ്ങൾ എങ്ങടാ പോണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹലോ സാർമാരെ നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. ഞങ്ങൾ പിന്നെ 2 കൺട്രീസ് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് എവിടെ പോയാലും കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് റോട്ടുകോണൊക്കെ നടന്ന് വീഡിയോ എടുക്കുക, ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജിക്ക് ഇരിക്കാൻ വേണ്ടി മേൽക്കൂരുള്ള ഒരു വീട് സെറ്റ് ആയി കൊടുത്തുണ്ട്. എന്തൊരു രാഷ്ട്ര സ്നേഹം. ഇനി ഞങ്ങൾ പോണത് എങ്ങടാ പറയാ, ഞങ്ങൾ പോകുന്നത് വാടികയ്ക്കാണ്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുത്തു, പൈസ കൊടുത്തു. അപ്പോഴാണ് തൃശ്ശി ചേച്ചി ഐസ്ക്രീം കഴിക്കുന്നത് കണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങാതിരിക്കുക? അങ്ങനെ ഞങ്ങൾ 2 ഐസ്ക്രീമും വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലവരുടെ മുഖഭാവം കണ്ടാത്തൊന്നും ഐസ്ക്രീം ഭയങ്കര കയ്പാണ്. എന്നെ പോലെ നാച്ചുറൽ ആയിട്ട് ഇരിക്കണ്ടേ, അതൊന്നും അറിയില്ല കുട്ടി. അങ്ങനെ ഐ ലവ് വാടിക എന്നുള്ളതൊക്കെ നോക്കുമ്പോഴാണ് നമ്മളൊരു സുന്ദരൻ സ്ക്യൂരിലണ്ടനെ കണ്ടത്. ഞാൻ പറയട്ടെ, ഇവരെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന്? കാണുന്നതാണ് പാലക്കാട് കോട്ട. വാടിക ഒരു കപ്പിൾ സ്പോട്ടാണെന്ന് അറിയാമെങ്കിലും ഞങ്ങൾ അവിടെ കയറിപ്പോയി. മനുഷ്യന്മാര് മാത്രല്ല, ചുറ്റുമുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ കപ്പിളായിട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 2 മൈന, 2 അണ്ണാൻ, 2 പൂമ്പാറ്റ, അങ്ങനെ. പിന്നെ തലയിറക്കം വല്ലതും തോന്നുന്നുണ്ടോടാ? ഇല്ല. പുഷ്പവാടികയിൽ ഞാൻ കണ്ട ആകെ ഒരു പൂവ് ഇതാണ്. ചിലപ്പോൾ സീസൺ ആവില്ല. പിന്നെ നമുക്ക് എവിടെ പോയാലും ഫോട്ടോഷൂട്ട് പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ നിന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ശിലാവാടികയ്ക്കാണ്. അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. ശിലാവാടികയിൽ ചെന്നപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ശില എവിടെയെന്ന് ചോദിക്കുന്നവർക്കായി അത് ഗോൾഡ്, ഇത് ക്യാഷ്. ഇത് ഗോൾഡ്, ഇത് ക്യാഷ്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ളവരായതുകൊണ്ട് ഞാൻ എന്റെ മമ്മീനെ ഒന്ന് പൂക്കിയാക്കാൻ നോക്കും. നമുക്ക് വാടികയിൽ ചെല്ലുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പുറത്തു വരാൻ തോന്നില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചധികം സമയം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ശിലാവാടികയിൽ ഏതോ മഹാന്മാരായ ശില്പികൾ കൊത്തിവെച്ചിട്ടുള്ള 2 ശിലകളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. നിങ്ങൾക്ക് അറിയുന്ന കമന്റ് ചെയ്യും. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കൂടിയിട്ട് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാണാനൊക്കെ മനസ്സിലാവണമെന്നുണ്ടോ അല്ലേ? അങ്ങനെ ഏകദേശം കുറെ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയം. ഈ വന്ന വഴിയൊക്കെ ഇനി നമ്മൾ തിരിച്ചു നടക്കണം. ഒരാവേശത്തിന് നടന്നു തുടങ്ങിയത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ എന്റെ മമ്മീനെ ശിലാവാടികയുടെ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പറ്റിച്ചാണ് ഈ കാണുന്നത്. മമ്മിക്ക് ഫോട്ടോ എടുത്ത് കൊടുത്ത സ്ഥിതിക്ക് എനിക്കും ഫോട്ടോ എടുത്ത് തരേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ മമ്മീനെയും പണിയെടുപ്പിച്ചതാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നവനാണ് ശിലാവാടികയുടെ സ്വന്തം കണ്ണിലുണ്ണി. ഇവരെ പോലെ 2-3 ആൾക്കാരും കൂടി ഉണ്ട്. പിന്നെ ഒരു സുന്ദരന്റെ തലയിൽ ചെടി മുളച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കോട്ടയുടെ മെയിൻ എൻട്രൻസിൽ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. പുറത്ത് എത്ര വെയിലാണെങ്കിലും കോട്ടയുടെ ഉള്ളിൽ കയറുകയാണെങ്കിൽ ഫുള്ള് നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ഹിമാലയത്തിലുണ്ടാവുന്ന തണുപ്പാണെന്ന് വിചാരിക്കരുത്. പാലക്കാട് പൊതുവേ ചൂട് കൂടുതലായതുകൊണ്ട് ഇവിടെ ചൂട് കുറവാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമ്മൾ KSRTC കയറാൻ വേണ്ടി KSRTC സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പ്രിയദർശിനി തന്നെ പോയി. അവിടെ